റഹ്മാൻ അനുസ്മരണം ഞായറാഴ്ച പൊന്നാനി MIUP സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനതല ചെറുകഥ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടക്കും. കോടമ്പിയ റഹ്മാന്റെ 3ാം ചരമവാർഷികമാണ് ഞായറാഴ്ച നടക്കുക. കഥ, നോവൽ, ജീവചരിത്രം എന്നീ 6ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോടമ്പി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിക്കുക. അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തിയ സംസ്ഥാനതല ചെറുകഥാ മത്സരത്തിൽ ആലപ്പുഴ സ്വദേശി PS ഷിബു തിരുവിഴയുടെ നിഴലാട്ടം എന്ന കഥ 1ാം സ്ഥാനത്തിനും, തിരുവനന്തപുരം സ്വദേശി P ഷജീബുദ്ദീന്റെ ഡിറ്റക്ഷൻ സെന്റർ എന്ന കഥ 2ാം സ്ഥാനത്തിനും, താനൂർ ഒട്ടുംപുറം സ്വദേശി സുഭാഷിന്റെ ധൃതരാഷ്ട്രം എന്ന കഥ സ്പെഷ്യൽ ജൂറി മെൻഷനും അർഹമായി. അനുസ്മരണവും പുരസ്കാര വിതരണവും ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. പ്രശസ്ത ചെറുകഥാകൃത്ത് PK പാറക്കടവ് ഉദ്ഘാടനം നിർവഹിക്കും. എഴുത്തുകാരൻ ഉണ്ണി R മുഖ്യാതിഥിയായി പങ്കെടുക്കും. പൊന്നാനി പാട്ട് ബാൻഡ്, ബീട്രൂട്ടിന്റെ ഗസൽ സന്ധ്യയുമുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ശേഖരിക്കുകയും കിട്ടിയ തുക വേദിയിൽ വെച്ച് തന്നെ കൈമാറുകയും ചെയ്യും. വളരെ ജൈവികമായി എഴുത്തിലൂടെ അടയാളപ്പെടുത്തിയെങ്കിലും എന്തുകൊണ്ടൊക്കെ അദ്ദേഹത്തെ തിരിച്ചറിയാതെ പോവുകയും 3 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം തുടർച്ചയായി കോടമ്പി സൗഹൃദ കൂട്ടായ്മ എന്ന ഒരു സംഘടനയ്ക്ക് കീഴിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടികൾ നടത്തി വരികയാണ്. അപ്പോൾ 2 വർഷം നടത്തിയിരുന്ന അതിവിപുലമായ രീതിയിലാണ് ഈ പ്രാവശ്യം നമ്മൾ നടത്തുന്നത്. ഈ ചെറുകഥ സംസ്ഥാന തലത്തിൽ മത്സരം നടത്തിയിരുന്നു. അതിൽ വിജയികളെ പുരസ്കാരം കൊടുക്കൽ, അതോടൊപ്പം തന്നെ കേരളത്തിലെ 3 തലമുറയിൽപ്പെട്ട ചെറുകഥയുടെ 3 തലമുറയിൽപ്പെട്ട ആളുകളാണ് പരിപാടിക്ക് സംബന്ധിക്കുന്നത്. ഒന്ന് ഏറെ പ്രിയങ്കരനായ ഉണ്ണിയാറാണ്, മറ്റൊന്ന് PK പാറക്കടവ്, പിന്നൊന്ന് അജിജേഷ് പച്ചാട്ടാണ്. അജിജേഷ് പച്ചാട്ട് നമ്മുടെ ജൂറി അംഗം കൂടിയാണ്. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഓഗസ്റ്റ് 11 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ്. ഔപചാരികമായി പരിപാടി ഉദ്ഘാടനം ചെയ്തത് PK പാറക്കടവാണ്, ചെറുകഥാകൃത്ത്. 410 കഥകളാണ് വന്നത്. അത് സൂക്ഷ്മമായി വിലയിരുത്തിയ അടിസ്ഥാനത്തിൽ 3 ആളുകൾ അതിൽ വിജയികളായിട്ടുണ്ട്. 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഷിബു PS തിരുവിഴ, അദ്ദേഹത്തിന്റെ നിഴലാട്ടം എന്ന് പറയുന്ന കഥയ്ക്ക്. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അതുപോലെ ഷജീബുദ്ദീൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരാൾ, അദ്ദേഹത്തിനാണ് ഇതിൻ്റെ കഥയുടെ പേര് ഡിക്റ്റേഷൻ സെൻറ്റർ എന്നാണ്. അതിനാണ് 2ാം സ്ഥാനം. ജൂറി പ്രത്യേക പുരസ്കാരം സുഭാഷ് ഓട്ടുംപുറം, അദ്ദേഹം താനൂർക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ധൃതരാഷ്ട്രം എന്ന് പറയുന്ന കഥയ്ക്കാണ്. വാർത്താ സമ്മേളനത്തിൽ ഹബീബ് സർഗം, താജ് ബക്കർ, സബിത ലിയാഖത്ത്, സാബിത് റഹ്മാൻ, മുഹമ്മദ് പൊന്നാനി എന്നിവർ പങ്കെടുത്തു. PGTV ന്യൂസ് പൊന്നാനി.